ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് എൻ്റെ അടുക്കളയിലുള്ള കുറച്ച് പണികളാണ് ട്ടോ കാണുന്നതൊക്കെ. അങ്ങനെ അങ്ങനെ വെണ്ണൂറ് അരി ചായക്ക് വെള്ളം വെച്ചു. കുറച്ച് ആൾക്കാർക്ക് വെള്ളം കുടിക്കലിട്ട വെള്ളം വെക്കൽ. അപ്പം നേരത്തെ കാലത്ത് തന്നെ അടുക്കളയിൽ കയറിയപ്പോഴേ ലൈറ്റൊക്കെ ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ അങ്ങനെ ഈ കുടിക്കലാണ് വെള്ളം വെക്കൽ. അങ്ങനെ വെള്ളം വെച്ചു. അതിൻ്റെ ഇടയിൽ കുക്കറിൽ കടല വെച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചായയിൽ വെള്ളം എന്തെങ്കിലുമൊക്കെ ചായപ്പൊടി ഇടണമൊക്കെ കണ്ടിരിക്കണം കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ കടലേക്കുള്ളതൊക്കെ റെഡി ആക്കുന്നുണ്ട്. അങ്ങനെ അപ്പം നേരത്തെ കാലത്തൊക്കെ റെഡിയാക്കി വെക്കുക കേട്ടോ. ഒക്കെ ഇപ്പോൾ വേവേ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചായയിൽ പൊടിയിട്ട് അങ്ങനെ കടലേക്കുള്ളത് റെഡിയാക്കുകയാണ്. അങ്ങനെ അപ്പം ചായക്കടിക്കുള്ള പൊടി മാവ് അവിടെ ആക്കി വെച്ചിട്ട് അതിൻ്റെതൊക്കെ ഞാൻ റെഡിയാക്കി ശരിയാക്കി വെച്ചതാണ്. അങ്ങനെ അപ്പോൾ കടലേക്കുള്ളതൊക്കെ പൊടികളൊക്കെ ഇടുകയാണ് അതിൽ കുക്കറിലിട്ട്. അതിൻ്റെ ഇടയിൽ ചായ ആയി എന്ന് ഞാൻ പറഞ്ഞില്ലേ, ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ല ഇന്നലെ കുറച്ച് മുന്നത്തെ ദിവസം ചായ എനിക്ക് നല്ല മസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലേനോ. അങ്ങനെ അപ്പോൾ ഞാൻ കടിക്കുള്ള മാവ് റെഡി ആക്കണതൊക്കെയാണ് കേട്ടോ കാണിക്കണത്. എല്ലാം വേണ്ടേ നമ്മൾ തന്നെ വീഡിയോസൊക്കെ എടുക്കൽ. നമ്മളെ വീട്ടുകാർ എന്തായാലും ഉൾപ്പെടുമല്ലോ കേട്ടോ ഇതിൽ. അവർക്ക് ഇഷ്ടമല്ലാതെ ഞാൻ എന്തായാലും ഓളെയൊന്നും ഇതാക്കില്ല, ഉൾപ്പെടുത്തൂലേ. അപ്പോൾ രാവിലത്തെ ചായയും കടിയും കുടിക്കലൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ചായ കുടിയും കഴിഞ്ഞ് നാത്തൂന് ചായ കുടി കഴിഞ്ഞാൽ ഉച്ചക്കുള്ള ഉപ്പേരിക്കുള്ളത് നന്നാക്കി തന്നു. അങ്ങനെ നാത്തൂന് റെഡിയാക്കി തന്നപ്പോൾ വേഗം മീൻ നന്നാക്കി കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഉപ്പേരിക്ക് നന്നാക്കുന്ന ഇടയിൽ ഞാൻ മീൻ മുറിക്കേനി കേട്ടോ. അപ്പോൾ ഒന്നും വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല. അങ്ങനെ ഉച്ചക്കത്തുള്ളത് റെഡി ആയപ്പോൾ ഞാൻ ഉപ്പേരിയല്ല കൂട്ടാനൊക്കെ ഉണ്ടാക്കീനി കേട്ടോ. നാത്തൂൻ തന്നെ ഉണ്ടാക്കീനി. അവരൊന്നും വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താത്തതുകൊണ്ട് ഒന്നും ഉണ്ടാക്കുന്നത് കാണൂലേ. അങ്ങനെ ഉച്ചക്കത്തുള്ളതൊക്കെ തിന്ന് ഞാൻ ഉച്ചോറ് കമ്മിയാണേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഐസ് തിന്നുന്നത് പണിയൊക്കെ ഒരുങ്ങി കുളി കഴിഞ്ഞ് ഐസ് തിന്ന് അതിൻ്റെ ഇടയിൽ ഒരുങ്ങി പോരുന്നത് കണ്ട് അതൊക്കെ ഞങ്ങൾ നാളെ ഒരു മദ്രസയിലൊരു പരിപാടി ഉണ്ട്. മദ്രസും പള്ളിക്കാരും കൂടിക്കാണ്ട് ഒരു പരിപാടിയാണ്. എന്തോ നേർച്ച അങ്ങനത്തെ ഒരു പരിപാടിയാണല്ലോ. അപ്പം 4 പോത്തുകളൊക്കെ കൊണ്ടുവന്ന് മദ്രസയിൽ കെട്ടിയതാണ് കാണുന്നത്. അപ്പോൾ പ്രായമായോലും അവിടെ വർത്തമാനത്തിനൊക്കെ നിന്നിക്കണേ. അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ ഇവിടെ അടുത്ത് നിന്ന് വീഡിയോസൊക്കെ എടുത്തോളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിളിച്ചാണേ. അപ്പോൾ പോത്തുകളൊക്കെ കണ്ടു പോന്ന്. പെരേന്ന് മൂത്തച്ചിയും നാത്തൂനും മുന്നിലുണ്ട് കേട്ടോ. ഒരു വീഡിയോയിൽ പെടുത്തണ്ട.